നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എവിടെയാണോ രാജാവുള്ളത് അവിടെ രാജകോലാഹലമുണ്ട്. രാജാതി രാജാവാകുന്ന കർത്താവേ, അവിടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിന്മേൽ മൂടുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ സാമീപ്യ സ്പർശനം നിന്റെ ജനം അനുഭവിക്കുമാറാകട്ടെ. കർത്താവിന്റെ വിലയേറിയ അഭിഷേകം കർത്താവ് ഞങ്ങൾക്കായി വെളിപ്പെടുത്തി തന്നാടെ. സുവിശേഷത്തിന്റെ മാധുര്യമെന്തെന്ന് പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഗ്രഹിപ്പിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അയാളുടെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തും, ആദരിക്കും, ആശീർവദിക്കും. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുകയും ആദരിക്കുകയും ചെയ്യട്ടെ. 2 വാക്യങ്ങളെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്ന് എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായം 10-ാം വാക്യം, അതോടൊപ്പം വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. വെളിപ്പാട് 4:7 വായിക്കുന്നതിന് മുൻപ് എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ. അവയുടെ മുഖരൂപമോ, അവയ്ക്ക് മനുഷ്യ മുഖം ഉണ്ടായിരുന്നു. 4നും വലതുഭാഗത്ത് സിംഹമുഖവും ഇടതുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുക് മുഖവും ഉണ്ടായിരുന്നു. 4 കെരൂബുകളുടെ മുഖങ്ങളെ എസെക്കിയേൽ കാണുകയാണ്. കടന്നു വന്നാട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ അത് തന്നെ ആവർത്തിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. യോഹന്നാന് ഉണ്ടായതായ വെളിപ്പാട്, അതിൻ്റെ മറ്റൊരു പേരാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. യോഹന്നാന് ആ വെളിപ്പാട് ഉണ്ടായി. ആ വെളിപ്പാട് നൽകിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പക്ഷേ യോഹന്നാൻ 93 വയസ്സിലധികം പ്രായമുള്ളവനായപ്പോഴാണ് പത്മോസ് ദ്വീപിൽ എത്തി ഈ വെളിപ്പാട് തനിക്ക് ഉണ്ടാകുന്നത്. ഇന്ന് രാത്രി 92 വയസ്സ് പ്രായമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇനിയും ഏതാണ്ട് നല്ലത് വെളിപ്പെടുവാനുണ്ട്. 93 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് യോഹന്നാന് ഈ വെളിപ്പാട് ഉണ്ടായത്. ഇത് കേട്ട് എഴുതിയത് പോളികാർപ്പാണ്. പോളികാർപ്പിന് എഴുതിയ വെളിപ്പാടല്ല, യോഹന്നാന്റെ വെളിപ്പാടല്ല, പകരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഒരു പ്രവചനവും ഒരു പ്രസംഗവും ഒരു ടീച്ചിങ്ങും ഇതെൻ്റെതാണ് എന്നാർക്കും പറയാൻ കഴിയത്തില്ല. എല്ലാം കർത്താവിൻ്റെതാണ്. പറയുന്ന നമ്മളെ കർത്താവിൻ്റെതാണ്. സകലത്തിനും കാരണഭൂതൻ ദൈവമാണല്ലോ. ആ ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാടെ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം കൂടെ വായിക്കട്ടെ. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി കഴുകിന് സദൃശ്യം. ഇന്ന് രാത്രി ഈ വചനത്തിൽ നിന്ന് എനിക്ക് പറവാനുള്ളതായ ഈ ചെറിയ ദൈവിക ദൂതിൻ്റെ അല്ലെങ്കിൽ ഈ ടീച്ചിങ്ങിൻ്റെ തലക്കെട്ടതാണ് കണക്ക് പുസ്തകം. കണക്ക് പുസ്തകം. കണക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. കണക്ക് പുസ്തകം. പഴയ നിയമത്തിലും പല കണക്കുകളുണ്ട്, പുതിയ നിയമത്തിലും കണക്കുകളുണ്ട്. എന്തുകൊണ്ട് കണക്ക് പുസ്തകം? ഈ മീറ്റിംഗിന്റെ സെക്കൻഡ് ഹാഫ്, ഈ ദൂതിന്റെ സെക്കൻഡ് ഹാഫ് സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ വേണ്ടി പോകുകയാണ്. എടുത്തു വെച്ചാട്ടെ. സംഖ്യാപുസ്തകം അതിൻ്റെ 2-ാം അധ്യായം. സംഖ്യാപുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, 16-ാം വാക്യം, 24-ാം വാക്യം, 31-ാം വാക്യം. അതുകൂടെ വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമ്പേഴ്സ് ചാപ്റ്റർ 2, സംഖ്യാപുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം, 16-ാം വാക്യം, 24-ാം വാക്യം, 31-ാം വാക്യം. യഹൂദ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 186,400 പേർ. എന്ന് പറഞ്ഞാൽ 186,400 പേർ. 16-ാം വാക്യത്തിലേക്ക് വന്നാടെ. സംഖ്യ 2-ന്റെ 16, നമ്പേഴ്സ് ചാപ്റ്റർ 2 വേഴ്സ് 16. അവിടെ പറയുന്നു, രൂബേൻ പാളയത്തിലെ ഗണം. ഗണമെന്ന് പറഞ്ഞാൽ രൂബേന്റെ കീഴിൽ വേറെ 2 ഗോത്രങ്ങൾ കൂടിയുണ്ട്. അവര് എല്ലാവരും കൂടെ ചേർത്ത് രൂബേൻ പാളയത്തിലെ ഗണം 1,57,450 പേർ. 1,55,450 പേർ. അടുത്ത് വന്നാട്ടെ 24-ാം വാക്യം. സംഖ്യാപുസ്തകം 2-ന്റെ 24. സംഖ്യ 2-ന്റെ 24. എഫ്രൈം പാളയത്തിലെ ഗണത്തിൽ എണ്ണപ്പെട്ടവർ ആകെ 1,00,000
1,100,000 പേർ അവർ മൂന്നാമതായി പുറപ്പെടേണം. 1,80,100 പേർ. അമേറായി 1,80,100 പേർ. 31-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇതാ എഴുതിയിരിക്കുന്നു, ദാൻ പാളയത്തിലെ ഗണത്തിൽ എണ്ണപ്പെട്ടവർ ആകെ 1,57,700 പേർ. 1,57,600 പേർ. ഒന്നാമത്തെ ഗണത്തിൽ 1,86,400 പേർ. 9-ാം വാക്യം പറയുന്നു 1,86,400 പേർ. രണ്ടാം ഗണത്തെ പറ്റി പറയുന്നു 1,51,450 പേർ. മൂന്നാം ഗണത്തെ പറ്റി പറയുന്നു 1,80,100 പേർ. നാലാം ഗണത്തെ പറ്റി പറയുന്നു 1,57,600 പേർ. 4 ഗണങ്ങൾ, 4 സുവിശേഷങ്ങൾ. മിക്കവാറും വേദപുസ്തകം വായിച്ചു വരുമ്പോൾ നമ്മൾ വിട്ടുകളയുന്നതായ 2 ഭാഗങ്ങളുണ്ട്. വംശാവലി നമ്മൾ ആരും വായിക്കത്തില്ല. മത്തായി സുവിശേഷം 1-ാം അധ്യായം ഉദാഹരണമായി, ഇന്നവൻ ഇന്നവനെ ജനിപ്പിച്ചു, ഇന്നവൻ ഇന്നവനെ ജനിപ്പിച്ചു, ഇന്നവൻ ഇന്നവനെ ജനിപ്പിച്ചു. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും, നമുക്ക് ബോറടിക്കും. നമ്മൾ ഒരിക്കലും സ്തോത്രം വംശാവലി വായിക്കത്തില്ല. എൻ്റെ കാര്യമാണ് പറഞ്ഞേ. അതുപോലെ തന്നെ മറ്റൊരു സ്തോത്രം അധ്യായമാണ് സംഖ്യാപുസ്തകം 2-ാം അധ്യായം. ജീവിതത്തിലാണെങ്കിലും മുഴുവനായി വായിച്ചു തീർത്തോ എന്നെനിക്ക് അറിയത്തില്ല. മുഴുവൻ സംഖ്യയാണ്. സംഖ്യാപുസ്തകം 2-ാം അധ്യായം എന്ന് മാത്രമല്ല, സംഖ്യാപുസ്തകത്തിൽ മുഴുവനും വ്യാപിച്ചു കിടക്കുന്നത് കണക്കാണ്. അതിലെ കണക്കിലെ കളികളല്ല എനിക്ക് പറയാനുള്ളത്, പകരം കണക്കിൽ ഒളിഞ്ഞിരിക്കുന്നതായ വെളിപ്പാടുകളുണ്ട്. പൊടിയിൽ കിടക്കുന്നതായ ഒരു നാണയത്തെ തട്ടിയെടുക്കുന്നത് പോലെ നാണയത്തിന് വിലയുണ്ട്. എഴുതപ്പെട്ടതായ ദൈവത്തിന്റെ വചനത്തെ, അത് എഴുതിയ പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ കാത്തിരിക്കുമ്പോൾ വെളിപ്പെട്ട് കിട്ടുന്നതായ ചില പ്രത്യേക ദൈവിക വെളിപ്പാടുകളുണ്ട്. ഇന്ന് രാവിലെ വാട്സപ്പ് മെസ്സേജ് അയച്ചതായ സമയത്ത് ചിലർ പറഞ്ഞു മനസ്സിലായില്ല എന്ന്. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവകൃപയാൽ ഇതിനെ ഇലോബറേറ്റ് ചെയ്ത് പറവാൻ ദൈവത്തിന്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നത്. 4 ഗണങ്ങളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. നമുക്കറിയാം, സ്തോത്രം, ദാനിയം കൂടെ കൂട്ടി ലേവ്യ ഗോത്രത്തെയും കൂടെ കൂട്ടി ആകെ 13 ഗോത്രങ്ങളാണ് ടോട്ടലി പറയുന്നത്. വെളിപ്പാട് പുസ്തകം വരുമ്പോൾ ദാനെ സ്തോത്രം നഷ്ടപ്പെടുകയാണ്, പദവി നഷ്ടപ്പെട്ട ഒരു ഗോത്രം. അങ്ങനെ 12 ഗോത്രങ്ങളായി അവ ചുരുങ്ങുകയാണ്. അങ്ങനെ സമാഗമന കൂടാരത്തിന്റെ സെൻട്രലിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ പാളയത്തിന്റെ സെൻട്രലിൽ സമാഗമന കൂടാരം, ഞാൻ ആവർത്തിക്കുന്നു, ഇസ്രായേൽ പാളയത്തിന്റെ ക്യാമ്പിൽ സെൻട്രലിൽ സ്തോത്രം സമാഗമന കൂടാരം. അതിന്റെ മുൻപിൽ 3 ഗോത്രങ്ങൾ, ഇടതുവശത്ത് 3 ഗോത്രങ്ങൾ, വലതുവശത്ത് 3 ഗോത്രങ്ങൾ, പിൻപിൽ 3 ഗോത്രങ്ങൾ. ഈ ചിത്രം വീണ്ടും ഞാൻ ആവർത്തിക്കും. സമാഗമന കൂടാരം സെൻട്രലിലാണ്, ഇസ്രായേൽ പാളയത്തിന്റെ സെൻട്രലാണ് സമാഗമന കൂടാരത്തിന്റെ ഗോത്രങ്ങളാകുന്ന ലേവിയ ഗോത്രം. അവര് പൗരോഹിത്യ ഗോത്രമാണ്. അപ്പൊ സെൻട്രൽ സമാഗമന കൂടാരം, അതിന്റെ ചുറ്റും സ്തോത്രം അതെ ലേവിയ ഗോത്രം ക്യാമ്പ് ചെയ്യുന്നു. ഒരിക്കൽ കൂടെ, സമാഗമന കൂടാരം സെൻട്രലിലാണ്, അതിന്റെ ചുറ്റും ലേവിയ ഗോത്രം ക്യാമ്പ് ചെയ്യുന്നു. ആ ലേവിയ ഗോത്രത്തിൽ 3 പ്രധാനപ്പെട്ട കുടുംബങ്ങളാണ് ഉള്ളത്. സ്തോത്രം. കഹാത്യ കുടുംബം എന്ന് തുടങ്ങിയുള്ളതായ 3 കുടുംബങ്ങളാണ് സമാഗമന കൂടാരത്തിന് ചുറ്റും ക്യാമ്പ് ചെയ്യുന്നത്. സമാഗമന കൂടാരത്തിന്റെ മുന്നിൽ അവരുടെ ലീഡറായിരിക്കുന്ന മോശ ഒരു ഹ്യൂജ് പ്ലേസിൽ സ്തോത്രം അദ്ദേഹം പാർക്കുന്നു. ബാക്കിയുള്ള എല്ലാവരും കുടുംബമായി അല്പം സ്തോത്രം ഞെരുക്കത്തിൽ പാർക്കുന്നെങ്കിൽ ലീഡർ ഏറ്റവും വിശാലമായി ആ സമാഗമന കൂടാരത്തിന്റെ കിഴക്ക് ഭാഗത്ത് പാർക്കുകയാണ്. ഒറ്റ കോമ്പൗണ്ടിൽ സമാഗമന കൂടാരത്തോട് ചേർന്ന് ലേവിയ ഗോത്രം പാർക്കുന്നു. എന്നിട്ട് അതിന്റെ കിഴക്ക് ഭാഗത്ത് സ്തോത്രം ഇതാ 3 ഗോത്രം, വലത് ഭാഗത്ത് 3 ഗോത്രം, ഇടത് ഭാഗത്ത് 3 ഗോത്രം, പിൻപില് 3 ഗോത്രം. അങ്ങനെ 12 ഗോത്രങ്ങളും സമാഗമന കൂടാരത്തോട് ചേർന്ന് പാർക്കുന്നതായ ലേവിയ ഗോത്രം ഉൾപ്പെടെ 13 ഗോത്രങ്ങളാണ് അവിടെ ക്യാമ്പ് ചെയ്യുവാൻ തക്കണം കഴിയുന്നത്. 4 ഗണങ്ങളാണ് അവിടെ കിടക്കുന്നത്. 4 ഗണം. ആ 4 ഗണത്തെ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. 4 എന്താണ് 4ന്റെ പ്രത്യേകത? വേദപുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ 4ന്റെ പ്രത്യേകത നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. മനുഷ്യനെ ദൈവമായ കർത്താവ് സൃഷ്ടിച്ച് സ്തോത്രം 4 കാര്യങ്ങളെ അവനെ ഏൽപ്പിക്കുകയാണ്.
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:28 4 കാര്യങ്ങളെ അവർ ഏൽപ്പിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ച്: 1, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി; 2, പെരുകി; 3, ഭൂമിയിൽ നിറഞ്ഞ്; 4, അതിനെ അടക്കി. സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയുടെ മേലും സകല ഭൂചര ജന്തുവിന്റെ മേലും വാഴുവിൻ എന്ന് അവരോട് അരുളി ചെയ്തു. മനുഷ്യനെ ദൈവമായ കർത്താവ് സൃഷ്ടിച്ച് അവരെ അനുഗ്രഹിച്ച ശേഷം 4 കാര്യങ്ങൾ പറയുകയാണ്: ബി ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ, റീപ്ലെനിഷ് ആൻഡ് സബ്ഡ്യൂ. ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ, റീപ്ലെനിഷ് ആൻഡ് സബ്ഡ്യൂ. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി നിങ്ങൾ വാഴുകണം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ 4 പ്രധാനപ്പെട്ട തൂണുകളിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. 4 പ്രധാനപ്പെട്ട തൂണുകൾ. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരാകണം, നിങ്ങൾ പെരുകണം, നിങ്ങൾ നിറയണം, നിങ്ങൾ ലോകത്തെ, അതായത് ഭൂമിയെ നിങ്ങൾ അടക്കണം. പുതിയ നിയമ സഭയെ നോക്കി അത് തന്നെ കർത്താവ് പറയുന്നു: ശരീരത്തിലും നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരാകണം, അതിലുപരി നിങ്ങൾ ആത്മാവിലും ഉണ്ടാകണം, സന്താന പുഷ്ടിയുള്ളവർ ആകണം. നിങ്ങൾ ജനിപ്പിക്കണം. പാസ്റ്റർമാർ മറ്റ് ദൈവദാസന്മാരെ ജനിപ്പിക്കണം. സഭകൾ മറ്റ് സഭകളെ ജനിപ്പിക്കണം. വിശ്വാസികൾ മറ്റ് വിശ്വാസികളെ ജനിപ്പിക്കണം. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരാണ്. അതെ, വായു തുറന്ന് പറഞ്ഞാട്ടെ, എന്താണ് സന്താന പുഷ്ടി? മറ്റുള്ളവർ പറഞ്ഞാട്ടെ, പെരുകണം, മൾട്ടിപ്ലൈ. അല്ലെങ്കിൽ സ്തോത്രം, അതെ, പെരുകണം. ചില സന്ദർഭങ്ങളിൽ ചില പ്രത്യേക പ്രശ്നങ്ങളിലാണ് നമ്മൾ പെരുകുന്നത്, നുറുക്കങ്ങളിലാണ് പെരുകുന്നത്. ഫറവോൻ എത്രത്തോളം അവരെ പീഡിപ്പിച്ചോ അത്രത്തോളം അവർ പെരുകുമെന്നു. എത്രത്തോളം നിങ്ങൾക്ക് പീഡ വർദ്ധിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് പെരുക്കം വർദ്ധിക്കുന്നു. ഇത് അഡീഷന്റെ ദിവസങ്ങളല്ല, ഇത് മൾട്ടിപ്ലിക്കേഷന്റെ ദിവസങ്ങളാണ്. നിങ്ങൾ പെരുകുവാൻ പോകുന്നു. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ഇതെന്റെ വർധനവിന്റെ സീസണാണ്. പറഞ്ഞാടെ, ഇതെന്റെ വർധനവിന്റെ സീസണാണ്. സോ നമ്പർ 2, രണ്ടാമതായി പെരുകുന്നു. മൂന്നാമതായി വേദപുസ്തകം പറയുന്നു, ഭൂമിയിൽ നിറഞ്ഞു. ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു എന്നല്ല. സഭകളെ പൊളിച്ച് ദൈവദാസന്മാരെ തകർത്ത് ഭൂമിയെ ഒഴിക്കും എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഈ അന്ത്യകാലത്തെ ഞാൻ പറയട്ടെ, ഒരൊറ്റ വില്ലേജ് പോലും, ഒരൊറ്റ ദേശം പോലും, സഭകൾ ഇല്ലാത്ത ദേശം കാണുകയില്ല. ആയിരക്കണക്കിന് വിശ്വാസികൾ ഓരോ വില്ലേജുകളിൽ, ഓരോ ഗ്രാമങ്ങളിൽ നിറയുവാൻ വേണ്ടി പോകുകയാണ്. യെരൂശലേം മുഴുവൻ ഉപദേശം കൊണ്ട് നിങ്ങൾ നിറച്ചിരിക്കുന്നു എന്ന് ആദ്യ നൂറ്റാണ്ടിൽ സഭയെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ സകല ഗ്രാമങ്ങളിലും ശിഷ്യന്മാരെ കൊണ്ട്, ദൈവജനത്തെ കൊണ്ട് നമ്മൾ നിറയുവാൻ വേണ്ടി പോകുന്നു. ഭൂമി മുഴുവനും, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ദൈവജനത്തെ കൊണ്ട് നിറയുവാൻ പോകുന്നു. കാരണം അവന് ഒഴിവിന്റെ ദൈവമല്ല, അവൻ നിറവിന്റെ ദൈവമാണ്. ഭൂമിയും അതിന്റെ നിറവും, ഒരിക്കൽ കൂടെ, ഭൂമിയും അതിന്റെ നിറവും ആരുടേതാണ്? ദേശാധിപതിയുടേതല്ല. ഭൂമിയും അതിന്റെ നിറവും ഭൂതലം അതിന്റെ നിവാസികളും ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ജനം ഭൂമിയിൽ ഒഴിയുന്നവരല്ല. ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ നിറയുവാൻ പോകുന്നു. നിങ്ങളുടെ അതിരുകൾ വിശാലമാകുവാൻ വേണ്ടി പോകുകയാണ്. ശുശ്രൂഷകളെ, അതിരുകളെ, സഭകളെ, അതിരുകളെ വിശാലമാക്കുവാൻ വേണ്ടി പോകുന്നു. നോട്ട് ലോക്കലി ബട്ട് നാഷണലി ആൻഡ് ഇന്റർനാഷണലി. ദൈവമായ കർത്താവ് ഒരു നിറവിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്ന നല്ലൊരു ആമേൻ പറഞ്ഞേ. നാലാമത്തെ വേദപുസ്തകം പറയുന്നു, അടക്കി സബ് ഡൊമിനിയൻ. ഡൊമിനിയൻ. ഒന്നും നിങ്ങളുടെ മേൽ ഡൊമിനിയൻ ചെയ്യത്തില്ല, ഒന്നും നിങ്ങളെ അടക്കത്തില്ല. കടഭാരമാകട്ടെ, ശത്രുതകളാകട്ടെ, രോഗങ്ങളാകട്ടെ, ഒന്നും നിങ്ങളെ അടക്കത്തില്ല. പകരം സകലത്തെ നിങ്ങൾ അടക്കത്തേയുള്ളൂ. അർത്ഥം, ഒന്നും നിങ്ങളെ ഭരിക്കയില്ല, പകരം സകലതിനെയും നിങ്ങൾ ഭരിക്കും. അതാണ് ദൈവമക്കളുടെ പ്രത്യേകത. സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. അവനെന്തോ നൽകിയിരിക്കുന്നു? അധികാരം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒന്നിന്റെയും ഒരുത്തരുടെയും അടിമയല്ല. സകല സാഹചര്യങ്ങളെ നിങ്ങൾ അടക്കുവാൻ വേണ്ടി പോകുന്നു. ദൈവം നിങ്ങളെ വാഴുവാൻ വിളിച്ചിരിക്കുന്നു. ഒന്നും ഒരുത്തരും നിങ്ങളെ വാഴുകയില്ല, പകരം സകലതിന് മേലും നിങ്ങൾ വാഴുവാൻ വേണ്ടി പോകുന്നു. സോ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കാണേണ്ട പിക്ചർ അതാണ്. നിങ്ങളെക്കുറിച്ച് കാണേണ്ട പിക്ചർ, നിങ്ങളെ വീട് ചെറുതായിരിക്കാം, സാഹചര്യം ഞെരുക്കമുള്ളതായിരിക്കാം, ചുറ്റും പ്രശ്നമുള്ളതായിരിക്കാം, പക്ഷെ നിങ്ങൾ കാണേണ്ടത് ഈ 4 തൂണുകളാണ്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി. ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ, റീപ്ലെനിഷ് ആൻഡ് സബ്ഡ്യൂ. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി. സോ ഇതിനു വേണ്ടിയാണ് ദൈവമായ കർത്താവ് മനുഷ്യനെ ലോകത്തിൽ ഉണ്ടാക്കിയത്.
ദൈവമായ കർത്താവ് മനുഷ്യനെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചാക്കി വെച്ചത് അടിമയായിട്ടല്ല, ദാസീദാസനായിട്ടല്ല, പകരം ദൈവത്തിന്റെ മകനായിട്ടാണ് ദൈവം ആദാമിനെ ആക്കി വെച്ചത്. സോ ആദാമിൻ ദൈവത്തിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. ആ മകനാകുന്ന ആദാമിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പിക്ചർ അതാണ്. അവൻ സന്താന പുഷ്ടിയുള്ളവനാണ്, അവൻ പെരുകേണം, അവൻ നിറയണം, അവൻ അടക്കേണം. ഇന്ന് രാത്രി ദൈവം നിന്നെ കുറിച്ച് കാണുന്നതായ പിക്ചർ അതാണ്. സന്താന പുഷ്ടിയുള്ളവനാണ്, നീ പെരുകുകയാണ്, നീ നിറയുകയാണ്, നീ അടക്കുകയാണ്. ശത്രു നിന്നെ കുറിച്ച് എന്ത് പറയുന്നു, മനുഷ്യൻ നിന്നെ കുറിച്ച് എന്ത് കാണുന്നു, അതൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. ദൈവം നിന്നെ കുറിച്ച് കാണുന്നതായ പിക്ചറാണ്. നീ സന്താന പുഷ്ടിയുള്ളവനാകണം, നീ പെരുകണം, നീ നിറയണം, നീ ലോകത്തെ അടക്കണം. Which is not the principle of a church, which is a kingdom principle. അത് സഭയുടെ പ്രിൻസിപ്പിൾ അല്ല, അത് കിങ്ഡം പ്രിൻസിപ്പിൾ ആണ്. പലരും സഭയിലാണ്, പലരും കിങ്ഡത്തിൽ കയറിയിട്ടില്ല. അനേകർ ചർച്ചിയൻസ് ആണ്, പലരും ക്രിസ്ത്യൻസ് അല്ല. ക്രിസ്ത്യൻസ് ആണെങ്കിൽ, യഥാർത്ഥ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പലരും ചർച്ചിയൻസ് ആണ്, പലരും ക്രിസ്ത്യൻസ് അല്ല. ആക്ച്വൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരെവിടെയായിരിക്കും? അവർ കിങ്ഡത്തിലായിരിക്കും, അവർ ദൈവരാജ്യത്തിലായിരിക്കും. ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളാണ് ഈ 4 തൂണുകൾ. അങ്ങനെ ദൈവരാജ്യത്തിന്റെ ആ പ്രിൻസിപ്പിൾ കയറുവാൻ 4 സുവിശേഷങ്ങളാണ് നമുക്ക് ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്നത്. 4 സുവിശേഷങ്ങൾ. സ്തോത്രം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അടുത്ത ആഴ്ചയും അതേ ലോക്ക്ഡൌൺ നീട്ടുകയാണ്, നമ്മുടെ പഠനം തുടരുകയാണ്. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം. അതെ, അടുത്ത ആഴ്ചയും ഈ ദൂത് ദൈവകൃപയാൽ ആരംഭിക്കുകയാണ്. സംടൈംസ് എനിക്ക് സംഭവിക്കുന്നതായ ഒരു കാര്യം, ഇത് തീർന്നു എന്ന് പറയുമ്പോൾ അടുത്ത അധ്യായങ്ങൾ കർത്താവ് വീണ്ടും തുറക്കുകയാണ്. അതുകൊണ്ട് ദൈവകൃപയാൽ സ്തോത്രം. അതെ, 4 സുവിശേഷങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് രാത്രി നമുക്ക് വേഗത്തിൽ തിരികെ. സ്തോത്രം. 4 സുവിശേഷങ്ങൾ. 4 സുവിശേഷങ്ങളിൽ ആദ്യം എഴുതിയതായ സുവിശേഷം ഏത് എന്ന് ചോദിച്ചാൽ, ആദ്യം എഴുതിയതായ സുവിശേഷം സ്തോത്രം അത് മർക്കോസ് സുവിശേഷമാണ്. ആദ്യം എഴുതിയ സുവിശേഷം മർക്കോസ് സുവിശേഷമാണ്, അത് മത്തായി സുവിശേഷമല്ല. എന്നാൽ സ്തോത്രം, ഈ സുവിശേഷത്തിന്റെ ഓർഡർ ആദ്യം എഴുതിയ ക്രോണോളജിക്കൽ ഓർഡർ ആയിരുന്നു എങ്കിൽ ആദ്യം എഴുതേണ്ടത് മർക്കോസ് സുവിശേഷമായിരുന്നു ആദ്യം ചേർക്കേണ്ടത്. പക്ഷെ എന്തുകൊണ്ടാണ് ആദ്യം മത്തായി സുവിശേഷം ചേർത്തിരിക്കുന്നത്? വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം. രണ്ടാമതായി മർക്കോസ് സുവിശേഷം സ്തോത്രം എഴുതിയിരിക്കുന്നു. മർക്കോസ് സുവിശേഷം എഴുതിയത് ജോൺ മാർക്ക് എന്ന യോഹന്നാൻ എന്ന മർക്കസ്. ആ മർക്കോസിന്റെ അമ്മയുടെ വകയാണ് അപ്പർ റൂം, മാളികമുറി. അവർ യെരുശലേം പട്ടണത്തിലെ വലിയ ധനികരായ ഒരു കുടുംബമായിരുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേം പട്ടണത്തിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയമായിരുന്നു ഏത്? അപ്പർ റൂം, മാളികമുറി. ആ ഏറ്റവും വലിയ മാളിക മുറിയിലാണ് കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ പാദം കഴുകി കർത്തൃമേശ നടത്തിയത്. അവിടെ 120 പേരല്ല, അതിലധികം പേർക്ക് ഇരിക്കത്തക്ക കപ്പാസിറ്റി ആ മാളിക മുറിക്ക് ഉണ്ടായിരുന്നു. സോ ആ മാളിക മുറിയുടെ ഉടമയായിരുന്നു സ്തോത്രം ഈ ജോൺ മാർക്കിന്റെ അമ്മ. അതെ, ആ ജോൺ മാർക്ക് ആ യുവാവായിരുന്നു, അതായത് മർക്കോസ്. അവൻ യേശു കർത്താവിനെ ഗദശമനയിലേക്ക് ഇതാ പിന്തുടർന്നു. കാര്യമെന്ത്? ഏതാണ്ട് സ്തോത്രം ഒരു വല്ലാത്ത അന്തരീക്ഷം മാറിയിരിക്കുന്നു. പലപ്പോഴും ഗുരു അതുവഴി വന്നിട്ടുണ്ട്, അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ അവൻ്റെ ക്ലോസ് ഫോളോവറാണ്. പക്ഷേ മർക്കോസ് അതുവരെ വിശ്വാസിയല്ല. സ്തോത്രം. എന്നാൽ മർക്കോസ് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് യേശുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിലല്ല, അവന്റെ അത്ഭുതം കണ്ടിട്ടല്ല, അവന്റെ മരണ അടക്ക ഉയർപ്പ് കണ്ടിട്ടാണ്. സ്തോത്രം. യേശു കർത്താവിന്റെ സഹോദരന്മാരെ പോലെ ഈ മർക്കോസും സ്തോത്രം വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. ബർന്നബാസിന്റെ ഒരു ക്ലോസ് റിലേറ്റീവ്, ബർന്നബാസിന്റെ ഒരു അടുത്ത ബന്ധു എന്നാണ് തിരുവചനം പറയുന്നത്. സോ അങ്ങനെ ഈ ബർന്നബാസ് സ്തോത്രം മർക്കസിനെ കൂട്ടിക്കൊണ്ട് പത്രോസിനോടൊപ്പം പിന്നത്തേതിൽ ചേർന്നു എന്ന് നമുക്ക് സഭാ ചരിത്രത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് കാണുവാൻ തക്കോണം കഴിയുന്നു. അങ്ങനെ ജോൺ മാർക്ക് എന്നറിയപ്പെടുന്നതായി മർക്കോസ് പത്രോസ് റോമിൽ കടന്നു പോയപ്പോൾ പത്രോസ് അപ്പോസ്തലനോടൊപ്പം, ശിമോൻ പത്രോസിനോടൊപ്പം തന്നെ പത്രോസ് അപ്പോസ്തലനോടൊപ്പം ജോൺ മാർക്ക് റോമിൽ കടന്നുപോയപ്പോൾ പത്രോസ് സ്തോത്രം ജാതികൾക്ക് അറിയേണ്ടതിന് വേണ്ടി സ്തോത്രം റോമക്കാർ അറിയേണ്ടതിന് വേണ്ടി വായ്മൊഴിയായി സുവിശേഷം പറഞ്ഞു കൊടുത്തു. അപ്പൊ പത്രോസ് പറഞ്ഞു കൊടുത്തു, മർക്കോസ് എഴുതി. അതാണ് മർക്കോസ് സുവിശേഷം. ഒരിക്കൽ കൂടെ, റോം എന്ന പട്ടണത്തിലിരുന്ന് പത്രോസ് പറഞ്ഞു കൊടുത്തു, മർക്കോസ് എഴുതി. പത്രോസ് പറഞ്ഞു കൊടുത്തു, മർക്കോസ് എഴുതി. ആ സുവിശേഷത്തിന്റെ പേരാണ് മർക്കോസ് സുവിശേഷം. പക്ഷേ അത് ഒന്നാമത് വരേണ്ട സുവിശേഷമായിരുന്നു, അത് ആദ്യം എഴുതിയത് കൊണ്ട്. പക്ഷേ അത് ഒന്നാമത്തെ സുവിശേഷമായി സ്തോത്രം അത് ഉൾപ്പെടുത്തിയില്ല. പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന വഴിക്കല്ല നടക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സീനിയോറിറ്റി അനുസരിച്ച് മർക്കോസ് സുവിശേഷം
ഒന്നാമത് വരണമെന്നാണ്. എന്നാൽ ഞാൻ ആവർത്തിച്ച് പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, സ്തോത്രം, പുറമേ ഉള്ളതായ ജഡത്തിന്റെ സീനിയോറിറ്റി അല്ല ദൈവം നോക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് സീനിയോറിറ്റി എന്ന് പറയുന്ന ആ ടേം അങ്ങ് വിട്ടുകളഞ്ഞാട്ടെ. സ്തോത്രം. പകരം ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം നോക്കിയേ. എന്തുകൊണ്ടാണ് ഈ മത്തായി സുവിശേഷം ഒന്നാമത് കയറി വന്നത്? 4-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 7-ാം വാക്യം വായിക്കുമ്പോൾ മത്തായി എന്തുകൊണ്ട് ഒന്നാമത് വന്നു, എന്തുകൊണ്ട് മർക്കോസ് രണ്ടാമത് വന്നു, എന്തുകൊണ്ട് ലൂക്കോസ് സുവിശേഷം മൂന്നാമത് വന്നു, എങ്ങനെ യോഹന്നാൻ സുവിശേഷം 4-ാമത് വന്നു എന്ന് വളരെ കൃത്യമായി വെളിപ്പാട് 4:7 പറയുകയാണ്. ഒരിക്കൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന ആ ഓർഡർ എങ്ങനെ വന്നു എന്ന് വെളിപ്പാട് പുസ്തകം സ്തോത്രം 4:7 പറയുന്നു. ആ ക്രമം ഇന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന ക്രമം എങ്ങനെ വന്നെന്ന് എവിടെ നോക്കിയാൽ അറിയുന്നു? സ്തോത്രം. അതെ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിലാണ് കാണുന്നത്. സോ ദൈവത്തിന്റെ വചനത്തിന്റെ ക്രമം അനുസരിച്ച്, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാരത്തിലാണ് നമ്മൾ ശുശ്രൂഷിക്കേണ്ടത്, നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ കാലം നോക്കിയും സമയം നോക്കിയും സംഘടന നോക്കിയും പാരമ്പര്യം നോക്കിയും ഒന്നും അല്ല ദൈവമക്കളെ. അതുകൊണ്ട് സീനിയാരിറ്റിയും പാരമ്പര്യവും അതെല്ലാം ഈ ലോകത്തിന്റെ കാര്യങ്ങൾ ചുമ്മാ വിട്ടുകളാ. പകരം സ്തോത്രം വിടേണ്ടതിന് വിട്ട് പിടിക്കേണ്ടതിന് നമുക്ക് പിടിക്കാം. ഇവിടെ ഏതാ വേദപുസ്തകം പറയുന്നു, വെളിപ്പാട് 4:7 വായിക്കുമ്പോൾ, ഒന്നാം ജീവിക്ക് സിംഹത്തിന് സദൃശ്യം. ഓഹോ, ഒന്നാം ജീവിക്ക് സിംഹത്തിന് സദൃശ്യം. മത്തായി സുവിശേഷത്തിൽ യേശു ആരാണോ? ഞാൻ വീണ്ടും പറയും. മത്തായി സുവിശേഷത്തിൽ യേശു യഹൂദന്മാരുടെ രാജാവ്, കാട്ടിലെ രാജാവ് സിംഹം, കാട്ടിലെ രാജാവ് സിംഹം. സോ അതുകൊണ്ട് യേശു കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം വന്നപ്പോ ഒന്നാമത് എഴുതപ്പെട്ടിരിക്കുന്നത് സിംഹം. അതുകൊണ്ട് മത്തായി സുവിശേഷം ഒന്നാമത്. രണ്ടാം ജീവി കാള, ദാസൻ, യേശു സർവശക്തനായ ദൈവത്തിന്റെ ദാസൻ. അതുകൊണ്ട് മർക്കോസ് വിശേഷത്തിൽ അവൻ ദാസൻ. ഞാൻ വീണ്ടും അത് പറയും. മൂന്നാം ജീവി മനുഷ്യൻ, യേശു കർത്താവ് പൂർണ്ണ മനുഷ്യൻ, ദൈവ മനുഷ്യൻ, മാൻ ഗോഡ്, ദൈവ മനുഷ്യൻ. സ്തോത്രം. അതെ, മൂന്നാമത്. അതുകൊണ്ടാണ് ലൂക്കോസ് വിശേഷം വന്നത് മാൻ ഗാഡ്, സ്തോത്രം, ദൈവ മനുഷ്യൻ. നാലാം സ്തോത്രം ജീവി കഴുകന് സമം, ഏറ്റവും ഉയരത്തിൽ പറക്കുന്നവനാണ് കഴുകൻ. നമ്മുടെ ദൈവം 91-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, ദൈവം അത്യുന്നതൻ, എലോഹീം, അത്യുന്നതൻ, എലോഹീം. ഉൽപ്പത്തി 1:1 പറയുന്നു, ആദിയിൽ എലോഹീം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. എലോഹീം. ലോകത്തിൽ ഉന്നതന്മാരുണ്ടായിരിക്കും, പക്ഷെ സ്വർഗത്തിൽ നമുക്കായി ഒരു അത്യുന്നതനുണ്ട്. അതുകൊണ്ട് യേശു, സ്തോത്രം, യോഹന്നാൻ സുവിശേഷത്തിൽ അവൻ ദൈവത്തിന്റെ പുത്രൻ. സോ അതുകൊണ്ടാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് ഫാദർ ജെറോം എന്ന നല്ല ദൈവദാസൻ വേദപുസ്തകം ഓർഡർ ചെയ്തത്. അത് തന്റെ ഇറ്റാലിയൻ പാരമ്പര്യം കൊണ്ടോ താൻ ജീവിച്ചിരുന്നതായ ബെത്ലഹേമിന്റെ സംസ്കാരം കൊണ്ടോ അല്ല. ഫാദർ ജെറോം എന്ന ദൈവത്തിന്റെ ദാസൻ 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അത് ക്രോഡീകരിച്ചത് പകരം ദൈവത്തിന്റെ വചനത്തിന്റെ ഓർഡർ അനുസരിച്ചാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ, നിങ്ങൾ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നല്ല, ഏത് രാജ്യത്തിൽ ജീവിക്കുന്നു എന്നല്ല, ഏത് കൾച്ചറിൽ നിങ്ങൾ സ്തോത്രം കഴിഞ്ഞു പോകുന്നു എന്നല്ല, പകരം ദൈവത്തിന്റെ വചനപ്രകാരം ജീവിതത്തെയും ശുശ്രൂഷകളെയും ചിട്ടപ്പെടുത്തിയാട്ടെ. ഒന്നാം ജീവിക്ക് സിംഹമുഖം, രണ്ടാം ജീവിക്ക് കാളമുഖം, മൂന്നാം ജീവിക്ക് മനുഷ്യമുഖം, നാലാം ജീവിക്ക് കഴുകമുഖം. സ്തോത്രം. അങ്ങനെ മത്തായി സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ. മത്തായി എന്ന ചുങ്കക്കാരൻ ഇതാ എഴുതുകയാണ്. മത്തായി എന്ന ചുങ്കക്കാരൻ ധനികനായ മനുഷ്യനായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു, സ്തോത്രം, അതേ, ചുങ്കക്കാരനായ മത്തായിയെ തിരഞ്ഞെടുത്തു. നല്ല സൊഫിസ്റ്റിക്കേറ്റഡ് മണ്ഡലങ്ങളിൽ നിന്ന് കടന്നു വന്നതായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്നിട്ട് സമൂഹത്തിന്റെ ഏറ്റവും താണ നിലവാരത്തിലുള്ളതായ മീൻപിടുത്തക്കാരെയും കർത്താവ് തിരഞ്ഞെടുത്തു. വിവിധ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരെ കർത്താവ് തിരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസം വില്ലപ്പെട്ട ഒരാള് ഇങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. സ്തോത്രം. അതെ, യേശുവിന്റെ അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ കാണണമെങ്കിൽ എല്ലാവരും ഒരു കൾച്ചറിലുള്ളവരെയല്ല കർത്താവ് കൊണ്ടുവരുന്നത്. എല്ലാവരും ഒരു കൾച്ചറിലുള്ളവരെയാണെങ്കിൽ അവരെ കൊണ്ടുകിടക്കുവാൻ വളരെ എളുപ്പമാണ്. അവര് തിരുവല്ലക്കാരാണോ? സ്തോത്രം. എല്ലാവരും തിരുവല്ലക്കാരാണോ? നോ പ്രോബ്ലം, അവരെ കൊണ്ടുകിടക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും കൊച്ചിക്കാരാണോ? ഒരു പ്രശ്നമില്ല. എല്ലാവരും മധുരയിലുള്ളവരാണോ? ഒരു കുഴപ്പമില്ല. പക്ഷേ ചിലര് ചെന്നൈക്കാരാണ്, ചിലർ മധുരയിൽ നിന്നാണ്, ചിലര് കന്യാകുമാരിക്കാരാണ് എന്ന് പറഞ്ഞാൽ ഈ സാമ്പാറിൽ എല്ലാ പച്ചക്കറിയും ഒരുമിച്ച് ചേരുന്നത് പോലെ ഉള്ളതായ ഒരവസ്ഥയായിരിക്കും, അല്ലേ? എന്ന് പറഞ്ഞാൽ കുറച്ചു പേര് തിരുവനന്തപുരംകാര്, കുറച്ചു പേര് സ്തോത്രം, അതേ, കോട്ടയംകാര്, കുറച്ചു പേര് മലബാറിൽ നിന്നുള്ളവര്, ചിലര് തൃശ്ശൂരിൽ നിന്നുള്ളവര്, അവരെല്ലാവരും കൂടിയാണെങ്കിൽ അവിടെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ല് വെളിപ്പെടുന്നത്. യേശു കർത്താവ് അങ്ങനെ ഒരു സാമ്പാർ പരുവത്തിലായിരുന്നു.
സ്തോത്രം ഈ 12 പേരെ കൊണ്ട് നടന്നത്. ചിലര് ഉയർന്ന അനുഭവമുള്ളവർ, വേറെ ചിലർ ഗ്രാമത്തിൽ തന്നെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാർ ആയ മുക്കുവന്മാർ. ഇവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് കോർത്തിറക്കിയായിരുന്നു. MBA പഠിച്ചവനല്ല, MBA ചമച്ചവനായ കർത്താവ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് അവരെല്ലാവരെയും കൊണ്ട് നടന്നത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. സ്തോത്രം, അതെ, അഡ്മിനിസ്ട്രേഷൻ അതൊരു വരമായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ആരെയൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, അതെ, അഡ്മിനിസ്ട്രേഷൻ. എനിക്ക് എന്തെങ്കിലും ഇല്ല എങ്കിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് അഡ്മിനിസ്ട്രേഷൻ. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ എന്തെങ്കിലുമെങ്കിൽ സുരേഷ് ബാബു എന്നും സീറോയാണ്. പരാജയമല്ല, ശുദ്ധ പരാജയമാണ്. ഏതിൽ? അഡ്മിനിസ്ട്രേഷൻ. എന്നെക്കാളും ഭയങ്കര അഡ്മിനിസ്ട്രേഷനുള്ള നൂറുകണക്കിന് സഹോദരന്മാരും സഹോദരിമാരും സ്തോത്രം ക്രൈസ്റ്റ് സെന്ററിലുണ്ട്. ദൈവം അവരെ ബലപ്പെടുത്തുമാറാകട്ടെ. സോ മത്തായി എന്ന ചുങ്കക്കാരൻ ഇതാ എഴുതുകയാണ്. ആർക്ക് വേണ്ടിയാണ് മത്തായി എന്ന ചുങ്കക്കാരൻ ഈ മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത്? അവന്റെ ഓഡിയൻസ് ജ്യൂസ് ആണ്. അവന്റെ ഓഡിയൻസ് യഹൂദന്മാർക്കാണ്. യഹൂദന്മാർക്ക് വേണ്ടിയാണ് മത്തായി ഇതാ സ്തോത്രം മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത്. സോ അതിന്റെ ഹെഡിങ് എന്താണ്? സ്തോത്രം, അതിന്റെ ഇതിവൃത്തം എന്താണ്? അതിന്റെ സബ്ജക്ട് എന്താണ്? നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷകൾ അത് അയക്കാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. മത്തായി എന്ന ചുങ്കക്കാരൻ ജ്യൂസ് എന്ന യഹൂദന്മാർക്ക് വേണ്ടി മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഈ യേശു യഹൂദന്മാരുടെ രാജാവ്. മത്തായി സുവിശേഷത്തിന്റെ സബ്ജക്ട് യേശു യഹൂദന്മാരുടെ രാജാവ്. എഴുതിയെടുത്താട്ടെ, യേശു യഹൂദന്മാരുടെ രാജാവ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ മാത്രം നിങ്ങൾക്ക് വായിപ്പാൻ തക്കോണം കഴിയും യേശു യഹൂദന്മാരുടെ രാജാവ്. ആരംഭത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. മത്തായി സുവിശേഷത്തിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആരംഭം തുടങ്ങി അവസാനം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ് യേശു യഹൂദന്മാരുടെ രാജാവ്. ഇതാ വിദ്വാൻമാർ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് കയറി വരുന്ന ഒരു ചോദ്യം ചോദിക്കുന്നു. മത്തായി സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? Where is he that is born as the king of Jews? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? സോ യേശു ആരാണ്? അവൻ യഹൂദന്മാരുടെ രാജാവ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, യേശു യഹൂദന്മാരുടെയും എന്റെയും രാജാവ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേൾക്കുകയുണ്ടായി 3 ക്രമത്തിലുള്ളതായി എഴുത്തുകൾ. സ്തോത്രം, അതെ, കർത്താവിന്റെ ക്രൂശിൽ കയറി. ഒന്ന് സ്തോത്രം എബ്രായ ഭാഷയിൽ എഴുതി അതുകൊണ്ട് യഹൂദന്മാരുടെ രാജാവ്. ലാറ്റിൻ ഭാഷയിൽ എഴുതി, അതുകൊണ്ട് അവൻ റോമക്കാരുടെ രാജാവ്. ഗ്രീക്ക് ഭാഷയിൽ എഴുതി, അതുകൊണ്ട് അവൻ ജാതികളുടെ രാജാവ്. നിങ്ങൾ ഞാനും ജാതികൾപ്പെട്ടവരാണ്. സ്തോത്രം, എത്രത്തോളം ഭാഷകളിൽ കളിയാക്കി എഴുതിയോ അത്രത്തോളം പേർക്ക് യേശു രാജാവായി. ഞാൻ പറയട്ടെ, എത്രത്തോളം പരിഹാസം വർദ്ധിക്കുന്നുവോ അത്രത്തോളം പേർക്ക് നിങ്ങൾ അനുഗ്രഹമാകുവാൻ പോകുന്നു. എത്രത്തോളം പരിഹാസം വർദ്ധിക്കുന്നു അത്രത്തോളം ജനത്തിന് നിങ്ങൾ ആശ്വാസവും അനുഗ്രഹമാകാൻ വേണ്ടി പോകുന്നു. എബ്രായ വേദത്തിൽ മാത്രം എഴുതിയെങ്കിൽ എനിക്കറിയത്തില്ല, യഹൂദന്മാർക്ക് മാത്രം രാജാവായനെ. പക്ഷേ 3 സ്തോത്രം ഭാഷകളാണ് ആ ക്രൂശില മേലെടുത്ത് ഉണ്ടായിരുന്നത്. ഇതേ വാക്യം തന്നെ ആവർത്തിക്കുന്നു. മത്തായി 2:2 എഴുതിയിരിക്കുന്നത് പോലെ മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയുന്നു. സ്തോത്രം, യേശു കർത്താവ് നാടുവാഴിയുടെ മുൻപിൽ നിൽക്കുകയാണ്. ആരാണ് നാടുവാഴി? നാടുവാഴി എന്ന് പറയുന്നത് സ്തോത്രം പീലാത്തോസ് എന്ന ഗവർണർ മുൻപിൽ യേശു കർത്താവ് നിൽക്കുകയാണ്. എന്നാൽ ഒരു ഗതികേട് പീലാത്തോസിന് ഉണ്ടാകുവാൻ വേണ്ടി പോകുന്നു. ഇതേ യേശുവിന്റെ മുൻപിൽ ഭയന്നും വിറച്ചും നിലവിളിച്ചും ഇതേ പീലാത്തോസ് നിൽക്കുവാൻ വേണ്ടി പോകുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു നിന്നു. ഇനി ഭാവിയിൽ പീലാത്തോസ് നിൽക്കുവാൻ വേണ്ടി പോകുന്നു. എപ്പോഴാണ് പീലാത്തോസ് നിൽക്കുവാൻ വേണ്ടി പോകുന്നത്? അന്ത്യന്യായവിധിയിൽ വെള്ള സിംഹാസനത്തിന് മുൻപിൽ ഗവർണറാകുന്ന പീലാത്തോസ് യേശു കർത്താവിന്റെ മുൻപിൽ നിൽക്കുവാൻ വേണ്ടി പോകുന്നു. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വെള്ള സിംഹാസനത്തിന് മുൻപിൽ നിൽക്കാതിരിക്കേണ്ടതിന് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു പീലാത്തോസിന് മുൻപിൽ സ്തോത്രം അതേ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുകയുണ്ടായി. യേശു കർത്താവ് 5 ന്യായാസനങ്ങളെയാണ് ഫേസ് ചെയ്തത്. അത് മറ്റൊരു ദൂത് സ്തോത്രം പിന്നെ പറഞ്ഞു തരാം. എന്നാൽ നോക്കണമേ, ഇവിടെ ഇതാ മത്തായി 27:11 പറയുന്നു, എന്നാൽ യേശു നാടുവാഴികളുടെ മുൻപാകെ നിന്ന്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു. Are you the king of Jews? അതുവരെയും കർത്താവ് മിണ്ടാതിരുന്നു. ഹല്ലേലൂയ. നീ ആരാകുന്നു കർത്താവേ എന്ന് മോശ ചോദിച്ചപ്പോൾ I am that I am. ഞാനാകുന്നു എന്ന് അന്ന് പറഞ്ഞവനായ കർത്താവ്. പുറപ്പാട് 3:14 അന്ന് ഞാനാകുന്നു എന്ന് പറഞ്ഞ അതേ കർത്താവ് തലകുനിച്ച് നിന്ന യേശു. അതുവരെയും കർത്താവ് മിണ്ടാതെ നിന്നു.
നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചപ്പോൾ തല ഉയർത്തി അധികാരത്തോടെ, അധികാര ശബ്ദത്തിൽ തന്നെ അല്പം ഘനഗംഭീരമായി യേശു കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു. അതാണ് മത്തായി സുവിശേഷത്തിന്റെ സ്തോത്രം സബ്ജക്ട്. യേശു ആരാണ്? അവൻ യഹൂദന്മാരുടെ രാജാവ്. അവൻ യഹൂദന്മാരുടെ രാജാവ്. അപ്പോ യഹൂദന്മാരുടെ രാജാവ്, ആ രാജാവാകുന്ന യേശു, സ്തോത്രം, അതെ, രാജാവാകുന്ന യേശു എന്താണ് പറഞ്ഞത് എന്ന് വളരെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് മത്തായി സുവിശേഷത്തിൽ. രാജാവല്ലേ, രാജകൽപ്പന പിള്ളർക്കുമല്ലോ. ദാസൻ പറയുന്നതോ മനുഷ്യൻ പറയുന്നത് പോലെയല്ല. രാജാവ് പറയുന്നതിന് വെയിറ്റ് അല്പം കൂടുതലാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ കിങ്ഡം പ്രിൻസിപ്പിൾ അധികമായി നിങ്ങൾക്ക് വായിപ്പാൻ കഴിക്കുന്നത്. ഉദാഹരണമായി കിങ്ഡം പ്രിൻസിപ്പിൾ, സ്തോത്രം, ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾ, ദൈവരാജ്യത്തിന്റെ ഉപമകൾ ഒക്കെ നിങ്ങൾക്ക് ധാരാളമായി വായിപ്പാൻ കഴിയുന്നത്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ കിങ്ഡം ആൻഡ് ദ പാരബിൾസ് ഓഫ് ദ കിങ്ഡം. Principles and the parables of the kingdom. For example, Matthew chapter 13, മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ 7 ഉപമകളാണ് ഒറ്റ ഇരിപ്പിനിരുന്ന് കർത്താവ് പറഞ്ഞതായി മത്തായി എഴുതിയിരിക്കുന്നത്. 7 ഉപമകൾ. അതെന്തോ ഉപമകൾ? സ്തോത്രം, അതെ, കിങ്ഡം പ്രിൻസിപ്പിൾ യേശു കർത്താവ് ഇതാ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സ്തോത്രം, രാജകൽപ്പനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. സ്തോത്രം, അവൻ രാജാവാണ് എന്ന് യഹൂദന്മാരോട് പറഞ്ഞു. മാത്രമല്ല, അവൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കാരണം രാജാവിന്റെ ശബ്ദത്തിന് വളരെ പ്രാധാന്യമുണ്ടല്ലോ. ആമോസ് പ്രവചനം 3-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു. ആമോസ് 3:8 പറയുന്നു, സ്തോത്രം, സിംഹം ഗർജിക്കും, കാട് നടുങ്ങും. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? യഹോവയായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും? അതുകൊണ്ട് സിംഹഗർജനം കാടിന് ഭയങ്കര പ്രധാനമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് 34-ാം സങ്കീർത്തനം 10-ാം വാക്യം, ബാലസിംഹങ്ങളെ ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. സിംഹം ഗർജിക്കുമ്പോഴാണ് ഈ ഇരകൾ കാട്ടിൽ മുഴുവൻ ചിതറി ഓടി, അതെ, ബാലസിംഹങ്ങൾക്കും സിംഹികൾക്കും ഒക്കെ ഇരയായി തീരുന്നത്. സോ സിംഹഗർജനം വളരെ പ്രധാനമാണ്. കാട്ടിന് സിംഹഗർജനം വളരെ പ്രധാനമെങ്കിൽ സ്വർഗത്തിന്, ഭൂമിക്ക് താഴെ പാതാളത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായ ശബ്ദമാണ് രാജാതിരാജാവായ യേശുവിന്റെ ശബ്ദം.